ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അതിൽ പ്രധാനമായിട്ട് US ഇറാൻ അതിൽ ഫർദർ ഡെവലപ്മെൻറ്റ്സിൽ പ്രധാനമായിട്ടൊരു വിഷയം അമേരിക്ക ഡസൻ കണക്കിൽ റീഫ്യൂവലിംഗ് ടാങ്കർ എയർക്രാഫ്റ്റുകൾ വീണ്ടും ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയാണ്. അമേരിക്ക ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിവിടുന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയതാണ്. അതാണ് വീണ്ടും മടക്കി കൊണ്ടുവരുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇറാനുമായിട്ടുള്ള യുദ്ധം എക്സ്പാൻഷനിലേക്ക് പോവാണ്. വൈഡർ റേഞ്ചിൽ ആക്രമണം നടത്താൻ പോകുന്നു എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. യുദ്ധതന്ത്രങ്ങളും അറ്റാക്ക് നടത്താൻ പോകുന്ന ആ ഒരു 5 ചോക്ക് പോയിൻ്റ് ഏരിയകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസ് വീഡിയോ ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നമ്പർ 1260 ആണ്. രീതിയിലേക്ക് അമേരിക്ക ഇറാനിന് മേളിൽ ശക്തമായ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് യുദ്ധം നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ അറ്റാക്ക് ഒരു സൈഡിൽ, അതേസമയം പാരലലി നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള ഡോർ ഓപ്പൺ ആണെന്നും കൂടി അമേരിക്ക പറയുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ വാർ എസ്കലേഷൻ പ്ലാൻഡ് ബൈ ട്രംപ്, അതിന് കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് കൃത്യമായിട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസത്തിന് മുമ്പ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സും പീറ്റർ ഹെഗ്സെത്തും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇസ്രായേലിൻ്റെ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ബിഗിനിങ്ങിൽ വാർ എക്സ്പാൻഷനിലൂടെ ഇസ്രായേലിനെ സ്ലോലി ഉൾപ്പെടുത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും യുദ്ധം എക്സ്പാൻഷൻ മോഡിൽ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്താൻ ഇറാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇറാൻ ഇന്നലെ സിറിയയിലുള്ള അൽതനഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു US-ൻ്റെ സെൻട്രൽ കമാൻഡ് യൂണിറ്റുള്ള ആ ബേസിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഇറാൻ അയച്ചു വെച്ച ഒരു ഷിപ്മെൻറ്റ് അൽതനഫ് ബേസിൻ്റെ അവിടെ വെച്ചിട്ട് സിറിയയിലേക്ക് എൻട്രി ആകുന്ന ആ ഒരു ടൈമിൽ ആ വാഹനം സീസ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് ആയുധങ്ങൾ, ഹിസ്ബുള്ളയ്ക്ക് പോകേണ്ട ആയുധങ്ങൾ അവിടെ വെച്ച് തന്നെ തടസ്സപ്പെട്ടു, പിടിച്ചെടുക്കപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ സിറിയൻ ഗവൺമെൻറ് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള ആയുധങ്ങളാണ് അവിടെ സീസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് വലിയൊരു ഷിപ്മെൻറ്റ് തന്നെയായിരുന്നു ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പ്രതികരണം എന്നുള്ള രീതിയിലാണ് അൽതനഫ് ബേസിലേക്ക് ഇറാൻ അറ്റാക്ക് നടത്തിയത്. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും അവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള US ബേസിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അൽതനഫിനെയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിലുപരി ഒന്നും ചെയ്യാനില്ല. ട്രംപ് പറയുന്നത് വി വിൽ വിൻ ആൾസോ വെരി ഷോർട്ട്ലി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കുമ്പോഴത്തേക്കും അത്ര എളുപ്പത്തിൽ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു യുദ്ധമല്ല ഇത്. പക്ഷേ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയും. ഇറാനെ കീഴടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി കടമകൾ ഒരുപാട് കടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് സാധിക്കും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണത്തിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് അവർ പറയുന്നുണ്ട്. ഇറാൻ്റെ തസ്നീം ന്യൂസ് എന്ന് പറഞ്ഞ ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബഹ്റൈനിൽ അൽ സക്കീർ എയർബേസിൽ ഒരു ഹെലികോപ്റ്ററും അമേരിക്കയുടെ ഒരു റീഫ്യൂവൽ എയർക്രാഫ്റ്റും ഇറാൻ ആക്രമിച്ചതായിട്ട് പറയുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ പറയുന്നത്. പാകിസ്ഥാനും കുവൈറ്റും ഡിഫൻസ് പാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഒട്ടും മനസ്സിലാവുന്നില്ല. ഓൾറെഡി സൗദി അറേബ്യയുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിൽ ഇറാന് വേണ്ടി നെഗോസിയേഷനിൽ മീഡിയേറ്ററായിട്ട് പങ്കെടുക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുവൈറ്റിൽ പോയിട്ട് ഡിഫൻസ് പാക്റ്റിൽ സൈൻ ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും പാകിസ്ഥാനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത്. ഇറാൻ്റെ സൈഡിൽ നിന്നും വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ ഇതൊരു ബിഗിനിങ് സ്റ്റേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ പ്രതികരണം വന്നാൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമേരിക്ക ചബഹാർ പോർട്ടിൽ എന്തിനാണ് അറ്റാക്ക് നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ചബഹാർ പോർട്ടിൽ കൃത്യമായിട്ട് ഞങ്ങളതിൻ്റെ വാച്ച് ടവർ അതാണ് ടാർഗറ്റ് ചെയ്തത്. മെയിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ 2-3 ദിവസങ്ങൾ അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഡിസ്മാൻഡിൽ ആയില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് നൈറ്റ് അവിടെ അറ്റാക്ക് നടത്തി ആ ടവർ പൂർണ്ണമായിട്ടും ഡിസ്മാൻഡിൽ ചെയ്ത് കളഞ്ഞത്. പ്രധാനമായിട്ടും ആ പോയിന്റിൽ നിന്നും, ആ വാച്ച് ടവറിൽ നിന്നും IRGC കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു വരുന്ന എല്ലാ ഷിപ്പുകളെയും നിരീക്ഷിക്കുന്നുണ്ട്. അതിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചബഹാർ പോർട്ടിലെ ആ ടവർ അറ്റാക്ക് നടത്തിയത്. തീർച്ചയായിട്ടും ആ ടവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള നിരവധി ഏരിയകളും കൂടി ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചബഹാർ പോർട്ട് അറ്റാക്ക് ചെയ്തത് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ആർമി ഇറാഖിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയിട്ടുണ്ട്, ഗ്രൗണ്ട് ഫോഴ്സ്. എന്നിട്ട് കുർദ് സേനകളിൽപ്പെട്ട 8 പേരെ വധിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച കുർദ് സേനകൾ
ഇറാൻ്റെ ഉള്ളിലേക്കുള്ള ബോർഡർ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് 3 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യാക്രമണം എന്നുള്ള നിലയിലാണ് ഇറാൻ്റെ സോൾജേഴ്സ് ഇറാഖിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി കുർദിസ്ഥാൻ റീജിയനിൽ കടന്നു കയറി ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാഖിൻ്റെ കുർദിസ്ഥാൻ മേഖലയിൽ ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. കനത്ത ആക്രമണം തന്നെയാണ് ഇറാൻ ഇന്നലെ ഇറാഖിൽ നടത്തിയത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുർദിസ്ഥാനികളുടെ ഫോട്ടോ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക ഇന്നലെ കാർഗ് ഐലൻഡിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടാങ്കർ ഷിപ്പിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അമേരിക്ക ഇന്നലെ 3 കപ്പലുകൾക്ക് നേരെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 കപ്പലുകൾ കാർഗ് ഐലൻഡിൽ നിന്നും എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ടൈമിൽ അമേരിക്ക അവരുടെ മറൈൻ ഫോഴ്സ് ത്രൂ അതേപോലെ അവരുടെ ഹെലികോപ്റ്ററിൽ വന്ന് കൃത്യമായിട്ട് വാൺ ചെയ്ത് അതിന് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ എടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശേഷം അതിൽ ആ വാണിംഗ് നൽകിയതിൽ ഒരു കപ്പൽ കാർഗ് ഐലൻഡിൻ്റെ അടുത്ത് ചെന്ന് എണ്ണ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്ക അതിലേക്ക് ആക്രമണം നടത്തുകയും ആ എണ്ണ മീൻസ് ആ ക്രൂഡ് ഓയിൽ ആ ഒരു ഏരിയ മൊത്തം സ്പിൽ ഓവറായിട്ട് ആ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഏരിയയിൽ പടർന്നു കിടക്കുന്ന ആ ഒരു വീഡിയോ ഫുട്ടേജ് അവൈലബിൾ ആണ്. കാർഗ് ഐലൻഡിൽ അത് ഇറാൻ്റെ ഷിപ്പാണെന്നാണ് അമേരിക്ക പറയുന്നത്. ആ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞ് ഇറാൻ്റെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇന്നലെ വെള്ളിയാഴ്ച ത്രൂ ഔട്ട്. വെള്ളിയാഴ്ച ഒരു ഈവനിങ്ങോടുകൂടി അമേരിക്ക വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബാക്ക് ടു ദ നോർമലാണ്. അമേരിക്കയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അതിലേക്ക് കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് സുരക്ഷിതമായിട്ട് കടന്നു പോകാമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. സോ അമേരിക്ക പ്രൊട്ടക്ഷൻ കൊടുക്കും. വളരെ കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ട്രാഫിക് അവിടെ നടക്കുന്നത്. പക്ഷേ ഷിപ്പുകൾക്ക് അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് 1 by 1 ആയിട്ട് കപ്പലുകൾ കടന്നു പോകാനുള്ള പെർമിഷൻ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പോഴും ഞങ്ങളുടെ കൺട്രോളിലാണ്, ഞങ്ങൾ വീണ്ടും അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒമാൻ്റെ തീരത്ത് ഒരു കപ്പലിന് നേരെ IRGC അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഒരു ടാങ്കർ ഷിപ്പിൽ ഇറാൻ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ്ടും 3ാമത്തെ ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെടുന്നത്. نه اینجا راه هست نیدی؟ توش رو خوب؟ یه داخل ولی خب خیلی آهنش تیزن و پر ریسکن. بچه‌ها اینجا یه روزنه است. از اینجا فکر کنم بیرون اومده چه. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കുവൈറ്റിനെയും ബഹ്റൈനെയും ഭീഷണിപ്പെടുത്തുകയാണ്. അവർ പറയുന്നത് ഇറാഖ് ത്രൂ ഗ്രൗണ്ട് ഫോഴ്സിനെ അവർ അയക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ എത്രമാത്രം അമേരിക്കൻ സപ്പോർട്ടീവായിട്ട് നിങ്ങൾ മാറുന്നുണ്ടോ, എത്രമാത്രം നിങ്ങൾ അമേരിക്കൻ അനുകൂല നിലപാടെടുക്കുന്നുണ്ടോ, അത്രമാത്രം എഫക്റ്റീവായിട്ട് നിങ്ങളുടെ മേളിൽ ഞങ്ങൾ ഒരു പക്ഷേ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തിയേക്കാം എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി കൊടുക്കുന്നുണ്ട്. മീൻസ് ഇറാഖിൻ്റെ സൈഡിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകളെ വെച്ചിട്ടാണ് അവർ ഈ ഭീഷണി നടത്തുന്നത്. കാരണം ഇറാഖിൽ നിന്നും കുവൈറ്റ്, കുവൈറ്റിൽ നിന്നും ബഹ്റൈൻ, ആ രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇറാഖിൽ നിന്നും കുവൈറ്റ് ഓക്കെയാണ്. പക്ഷേ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന ഭീഷണി എന്താണെന്ന് പറഞ്ഞാൽ ബഹ്റൈൻ്റെ ഉള്ളിൽ ഷിയ അനുകൂലികളുണ്ട്. അവരെ വെച്ചിട്ട് അവിടെ ഒരു ഇൻറ്റർണൽ കലാമിറ്റി, അതുപോലെ തന്നെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പ് ഇറാൻ ഉണ്ട് എന്നാണ് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഓക്കെ, ഇറാഖിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് എൻട്രി ആവാം. ബഹ്റൈൻ ടോട്ടലി സൗദിയെ ഡിപ്പെൻഡ് ചെയ്ത് മനാമ ഒരു ബ്രിഡ്ജ് ത്രൂ സൗദിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡാണ്. അവിടെ എങ്ങനെയാണ് ഗ്രൗണ്ട് ഫോഴ്സിനെ അവർ ഇറക്കുന്നത്? അവർ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ബഹ്റൈൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ അവർക്ക് എപ്പോഴും വേണമെങ്കിലും ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇറാൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ബഹ്റൈൻ ആണെന്നുണ്ടെങ്കിൽ തുരത്തി കുറേ ഷിയ മുസ്ലിംസിനെ, ഇതേപോലെ ക്ലറിക്സിൽ ഉള്ള ആൾക്കാരെയൊക്കെ, മുല്ലാസിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. ചിലരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പലരെയും ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ബഹ്റൈനിൽ ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീവ്ര നിലപാടുള്ള മുല്ല ക്ലറിക്സ് അവർ പറയുന്നത് നമ്മളൊരിക്കലും അമേരിക്കയുമായിട്ട് ഒരു നെഗോസിയേഷന് പോകരുത്, കാരണം അത് നമ്മളുടെ സുപ്രീം ലീഡർ മുജ്തബ ഖൊമേനിയുടെ തീരുമാനത്തിന് എതിരാണ്. സോ നമ്മളൊരിക്കലും മുജ്തബ ഖൊമേനിയുടെ തീരുമാനത്തിനെ ഓവർ റൂൾ ചെയ്യാൻ പാടില്ല. സോ അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഈ ക്ലറിക്ക് പറഞ്ഞു വെക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഇവർ കുത്തുബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം ഇവർ നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ പല രീതിയിലും അമേരിക്കയ്ക്കെതിരെയും അതേപോലെ തന്നെ ഇവർ അയൽ രാജ്യങ്ങൾക്കെതിരെയും പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവർ പുറപ്പെടുവിക്കുന്നത്. അതിലൂടെ വർഗീയത, അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രസ്താവനകൾ, അത്തരത്തിലുള്ള എനിമിറ്റി വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പ്രസ്താവനയിലൂടെ, പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇറാൻ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ പുറത്തു പറയുമ്പോഴും അമേരിക്കയുമായിട്ട് യാതൊരു തരത്തിലുള്ള നെഗോസിയേഷനും പാടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഇറാൻ
ഒരു സൈഡിൽ. പക്ഷേ ഇതേസമയം കാരോലിന ലെവിറ്റ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ സ്പോക്സ് പേഴ്സൺ, ട്രംപിൻ്റെ സ്പോക്സ് പേഴ്സണാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇപ്പോഴും അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവർ പല കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ വൈറ്റ് ഹൗസുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. മീൻസ് അവരുടെ ലോബി ഏജൻസികൾ, അവരുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ, ഒമാൻ, ഖത്തർ, ഇതേപോലത്തെ രാജ്യങ്ങൾ ത്രൂ ഒക്കെ അവർ ഇപ്പോഴും അമേരിക്കയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. കാരോലിന ലെവിറ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തു പറഞ്ഞത്. ഖമനയുടെ അഡ്വൈസറിന് ഭയങ്കര ഒരു വിഷമം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ആയത്തുല്ല അലി ഖമനയുടെ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് കർബലായിൽ പുള്ളിക്കാരൻ്റെ മൃതദേഹം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇറാഖുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച് ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഷിയ മുസ്ലിംസ് അതിൽ പങ്കെടുക്കുകയും ആ കർബല വിസിറ്റ് വല്ലാത്ത രീതിയിൽ ആഘോഷമാക്കി തീർത്ത ഒരു സംഗതിയായിരുന്നു. തുച്ഛമായ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ വാഷിങ്ടൺ DC എത്തിയതും അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയതും വല്ലാത്ത രീതിയിൽ ഇറാന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഖമനയുടെ അഡ്വൈസർ പാനലിലുള്ള ഒരു വ്യക്തി അലി അക്ബർ വലയാറ്റി. അപ്പോൾ ഈ വലയാറ്റിക്ക് വല്ലാത്ത വിഷമമാണ്. അപ്പോൾ ഈ വിഷമത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് വേണ്ടാത്ത പരിപാടിയാണ് ഇറാഖ് കാണിച്ചത്, അങ്ങനത്തെ പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇറാഖിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാഖിൻ്റെ ദൗത്യം വേറെയാണ്, ഇറാഖ് പ്രൈം മിനിസ്റ്ററിൻ്റെ ടാസ്ക് വേറെയാണ്. ഇറാഖ് പ്രൈം മിനിസ്റ്റർ ഒന്നും കാണാതെ അമേരിക്ക സന്ദർശിക്കില്ല. പുള്ളി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ഫോറിൻ പോളിസിയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. അതിലുപരിയായിട്ട് ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകളെ അനുകൂലിക്കുന്ന മിനിസ്റ്റേഴ്സിൻ്റെ വീടുകളൊക്കെ റെയ്ഡ് ചെയ്ത് കള്ളപ്പണങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇറാനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഇറാഖിലൂടെ കടന്നു പോകുന്ന ഇറാനിയൻ ഓയിൽ ടാങ്കറുകളെ പൂർണ്ണമായിട്ടും പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇറാഖിൽ നിന്നും പുറത്തു പോകുന്ന എല്ലാ ടാങ്കറുകളെയും പരിശോധിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തിക്കൊണ്ടേ ഈ സാധനങ്ങൾ ബോർഡർ കടക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഹെസ്ബുള്ളയ്ക്ക് ആയുധം പോകാൻ പാടില്ല എന്നുള്ള നിലപാടാണ്. ഓൾറെഡി ഇറാഖ് ഹെസ്ബുള്ളയ്ക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ സിറിയയും സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് അലി അക്ബർ വലയാറ്റിക്ക് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇറാഖ് അവരുടെ നിലപാട് വ്യക്തമായി ചെയ്തു കാണിച്ചിട്ടുണ്ട്. ഹെസ്ബുള്ളയെ നിരോധിച്ചുകൊണ്ട് അവർ ചെയ്തു കാണിച്ചിട്ടുണ്ട്. ഒരു ഇറാനിയൻ റിയാൽ 1.92 മില്യൺ ആയിട്ട് മാറിയിരിക്കുകയാണ് കറൻസി വാല്യൂ, മൂല്യത്തകർച്ച. ഇത് ആ രാജ്യത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന പണപ്പെരുപ്പം ചെറുതല്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഇറാൻ്റെ ഭരണകൂടം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് നമുക്കറിയില്ല. അവരുടെ ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഒരു പ്രതിവിധി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UK-ക്കുള്ളിൽ IRGC-യുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കണക്ഷൻ പോയിന്റും ഇല്ലീഗലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UK ഗവൺമെൻറ്. IRGC-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനകൾക്കും ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷനും UK-യുടെ ഉള്ളിൽ നിന്ന് നടത്താൻ പറ്റില്ല. അവരെ തീവ്രവാദ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് റീജിയനിലുള്ള സീ പോർട്ടുകളെ ഇറാൻ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് വാർത്തയുണ്ട്. പ്രത്യേകിച്ച് ചാബഹാർ പോർട്ടിനെ മൊത്തത്തിൽ അടിച്ച് നശിപ്പിച്ചതിൻ്റെ പ്രതിഷേധം എന്നുള്ള നിലയിൽ ഇറാൻ അമേരിക്കൻ ജോയിൻറ്റ് വെഞ്ചറിൽ പ്രവർത്തിക്കുന്ന സീ പോർട്ടുകളെ ടാർഗറ്റ് ചെയ്തേക്കാം എന്നാണ് ഇൻ്റലിജൻസ് വാർത്ത. അതുപോലെ യമനിൽ സൗദി ബാക്ക്ഡ് യമനി ഗ്രൂപ്പുകളെ വെച്ചുകൊണ്ട് ഒരു മാസ് മൊബിലൈസേഷൻ നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ മാസ് മൊബിലൈസേഷനെതിരെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ പ്രയർ കഴിഞ്ഞ ഉടനെ അബ്ദുൽ മാലിക് ഹൂത്തി എന്ന് പറഞ്ഞ ഹൂത്തികളുടെ നേതാവ് ഈ വിഷയം അറിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവന പുറപ്പെടുവിക്കുകയും അതിനെ തുടർന്ന് ഹൂത്തികൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് എത്തിയ ഹൂത്തികൾ മൊത്തം യമൻ്റെ റോട്ടിലിറങ്ങി സന, സാദ എന്ന് പറഞ്ഞ ആ രണ്ട് സിറ്റികളിലും നിറയെ പൊതുജനങ്ങൾ, അതായത് അഥവാ സൗദി ബാക്ക്ഡ് യമനി സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാസ് മൊബിലൈസേഷൻ നടത്തി ഏരിയ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ നമ്മളും അതേപോലൊരു മാസ് മൊബിലൈസേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള റാലി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് സൗദി അറേബ്യ ഉദ്ദേശിച്ചത് ആക്രമണം എന്നുള്ളതിലുപരിയായിട്ട് നടന്ന്, അതായത് കൂട്ടമായിട്ട് ആൾക്കാരെ അങ്ങനെ കയറ്റിവിട്ട് സ്ഥലം കയറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട്. അതാണ് മാസ് മൊബിലൈസേഷൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ വരികയാണ്, അന്നിങ്ങനെ സ്ഥലം കയറി പിടിക്കുകയാണ്, എന്ത് ചെയ്യാൻ കഴിയും? ആ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയേക്കാം എന്നാണ് സൗദി അറേബ്യ വിചാരിച്ചത്. പക്ഷേ വെള്ളിയാഴ്ച സൗദി അറേബ്യയുടെ ആ പ്ലാനിനെ തകർത്തിരിക്കുകയാണ് ഹൂത്തികൾ. പക്ഷേ ഇത് ഏത് സമയത്തും നടക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അങ്ങനെ യമൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
കാരണം വേറെ ഒന്നുമില്ല, സൗദി അറേബ്യയ്ക്ക് ഇപ്പം ഹൂത്തികളുടെ മേലുള്ള ആക്രമണം നടത്തിയേ പറ്റൂ. ഇത് ഇപ്പോഴല്ല, ലോങ് ടേം ആയിട്ട് നമ്മൾ ഇതിനെ ചിന്തിക്കണം. കാരണം സൗദി പുതുതായിട്ട് യാൻബു റീജിയനിലേക്ക് അഡീഷണൽ പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അഡീഷണൽ പൈപ്പ് ലൈനുകൾ ബിൽഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റെയിൽവേ കണക്ടിവിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയെ മുറിച്ച് കിടക്കുന്ന രീതിയിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ, അതായത് പേർഷ്യൻ ഗൾഫ് റീജിയനിൽ നിന്നും റെഡ് സീയുടെ റൂട്ടിലേക്ക് സൗദി അറേബ്യ നിരവധി പ്രോജക്റ്റുകൾ റീലൊക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഹൂത്തികൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഹൂത്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് ക്യാപ്ചർ ചെയ്തേ പറ്റൂ. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. സൗദി അറേബ്യയ്ക്ക് റെഡ് സീയുടെ അത് ബാബൽ മന്ദേബ് ഏരിയയിൽ ഹൂത്തികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ സൗദി അറേബ്യ കൃത്യമായിട്ട് പ്രീ പ്ലാനോട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്. കാരണം സൗദി അറേബ്യയ്ക്ക് ഒരു സൈഡ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, മറ്റൊരു സൈഡിൽ ബാബൽ മന്ദേബ്. ഈ രണ്ട് ഏരിയയിലും ഇറാൻ അവരുടെ പ്രഷർ പോയിന്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഏരിയ ക്ലിയർ ചെയ്തെടുക്കണം എന്നുള്ളത് സൗദി അറേബ്യയുടെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യ തീർച്ചയായിട്ടും യമനികളെ തീർക്കും, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ അത് എപ്പോൾ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അല്ലാതെ സൗദി അറേബ്യയ്ക്ക് ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രീതിങ് സ്പേസ് ഇല്ല. എല്ലാ കാലത്തും ഈ ബാബൽ മന്ദേബിൽ ഈ ഹൂത്തികളെ പേടിച്ചുകൊണ്ടും അതേപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ IRGC പേടിച്ചുകൊണ്ടും അവർക്ക് വ്യാപാരം ചെയ്യാൻ കഴിയുമോ? അത് സാധ്യമല്ല, അസാധ്യമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റൂട്ട് വ്യക്തമായിട്ട് സൗദി അറേബ്യ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മാറ്റും. അത് ഹൂത്തികളാണോ IRGC ആണോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. IRGCക്കെതിരെ ഇപ്പം അമേരിക്ക ഇറങ്ങി തിരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഹൂത്തികൾക്കെതിരെ സൗദി അറേബ്യ തീർച്ചയായിട്ടും ഇറങ്ങുമെന്നാണ് പല അനാലിസ്റ്റുകളും പറയുന്നത്. ഇനി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, ഗാസ, ഇസ്രായേൽ, ലെബനാൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അടുത്ത വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യാം. തീർച്ചയായിട്ടും അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് വൈഡനിങ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അമേരിക്കയുടെ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും അതേപോലെ തന്നെ മാപ്പ് സഹിതമുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.